Arabian Kitchen Magic. Align Water presents Green Farm Arabian Kitchen Magic, hosted by Grandmart Hypermarket and powered by Feltron Electronics and Home Appliances and Hot Pack-ilekku swagatham. Arabian Kitchen Magic. അറേബ്യൻ കിച്ചൺ മാജിക്കിന്റെ തേർഡ് റൗണ്ടായ പുഡിംഗ് റൗണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ പലതരം പുഡിങ്സുമായിട്ട് നമ്മളുടെ മത്സരാർത്ഥികൾ മുന്നേറുകയാണ്. എന്തായാലും നിങ്ങൾക്ക് കുറെ നല്ല നല്ല ഡെസേർട്ട് റെസിപ്പീസ് കിട്ടും. എന്തായാലും മലയാളികളായ എല്ലാ വീട്ടമ്മമാർക്കും പുഡിംഗ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാനും മറ്റുള്ളവരിലേക്ക് അത് എന്താ പറയുക വിളമ്പി കൊടുക്കാനും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ഓഫ് ഫുഡാണ് പുഡിങ്സ് ഓർ ഡിസേർട്ട് ഐറ്റംസ്. ഏതൊരു വിഭവസമൃദ്ധമായ സദ്യക്കോ അല്ലെങ്കിൽ ഒരു ഹെവി ആയിട്ടുള്ള ഒരു ലഞ്ചോ ഡിന്നറോ എല്ലാം കഴിഞ്ഞാലും ഒരു ലാസ്റ്റ് പാർട്ട് ഒരു മധുരം എന്നുള്ളത് എല്ലാവരുടെയും ഒരു കോൺസെപ്റ്റാണ്. അതൊരു കൂളിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഏറ്റവും നല്ലത്. പായസം പോലും മോശമല്ലല്ലോ. പായസം തന്നെ നമ്മുടെ നാടൻ ഒരു മധുരമാണ്. എങ്കിലും ഒരു തണുപ്പിച്ച ഒരു മധുരം കഴിക്കുമ്പോൾ അതിന് വേറൊരു സ്വാദ് അല്ലെങ്കിൽ വേറൊരു മാനമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഈ കാഴ്ചകളെല്ലാം നിങ്ങൾ ആസ്വദിക്കുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നത്തെ റൗണ്ടും കാണുക. രണ്ട് മത്സരാർത്ഥികളുടെ വ്യത്യസ്തമായ രണ്ട് തരം പുഡിംഗ് ആയിരിക്കും ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. കാണുക, ആസ്വദിക്കുക. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ആപ്പിൾ പുഡിംഗ് ആണ്. ആപ്പിൾ പുഡിംഗ് വിത്ത് സം ചിയ സീഡ്സ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചോപ്ഡ് ആപ്പിൾ, ചൈന ഗ്രാസ്, ചിയ സീഡ്സ്, സോയ് മിൽക്ക്, കണ്ടൻസ്ഡ് മിൽക്ക്, വാനില എസൻസ് ആൻഡ് ഫ്രഷ് മിൽക്ക്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ചൈന ഗ്രാസ് സോക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പം പാല് ഒരു 4 കപ്സ്, എൻ്റെ ഈ ഒരു കപ്പിന് 4 കപ്സ് ആണ് ഞാൻ പാലെടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം പാനിലേക്ക് പാലൊഴിക്കാം. കുറച്ച് പാലൊഴിച്ചിട്ട് നമ്മൾ ചൈന ഗ്രാസ് സോക്ക് ചെയ്ത് 10 മിനിറ്റ്സ് വെക്കാൻ പോവാണ്. ഞാൻ ഒരു 10 ഗ്രാംസ് ഓഫ് ചൈന ഗ്രാസ് ആണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ജസ്റ്റ് ആഡ് ചെയ്ത് സോക്ക് ചെയ്യാം. ഇത് സോക്ക് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ബേസിക് പ്യൂരി പ്രിപ്പയർ ചെയ്യാം. ജസ്റ്റ് ഞാനത് ക്ലോസ് ചെയ്ത് വെക്കുകയാണ്. ഞാൻ ആപ്പിൾസ് പീൽ ചെയ്തിട്ട് ചോപ്പ് ചെയ്ത ആപ്പിൾസ് ആണ് നമ്മൾ പ്യൂരി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്യൂരി ചെയ്തെടുക്കുന്നതുകൊണ്ട് ചെറിയ സ്ലൈസസ് ആക്കുന്നതായിരിക്കും ബെറ്റർ. ഇതിൽ ഞാൻ മിക്സ് ചെയ്യുന്നത് പാല് ഒഴിച്ചിട്ടാണ് ഇത് പ്യൂരി ചെയ്തെടുക്കാൻ പോകുന്നത്. ഇപ്പം ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. നമുക്കിത് ശരിക്കും ക്രീമി ആയിട്ടാണ് വേണ്ടത്, ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ക്രീമി കൺസിസ്റ്റൻസിയിലുള്ള ആപ്പിൾ പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചിയ സീഡ്സ് ഞാൻ ഇത് സെറ്റിംഗ് ടൈമിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് എന്തെങ്കിലും അതർ മിൽക്ക്, നോട്ട് ഫ്രഷ് മിൽക്ക്, ലൈക്ക് സോയ് മിൽക്ക്, ആൽമണ്ട് മിൽക്ക്, കൗസ് മിൽക്ക് അല്ലാത്ത റൈസ് മിൽക്ക്, അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടാണ് ഇത് സോക്ക് ചെയ്യുന്നത്. കുറേ നേരം സോക്ക് ചെയ്ത് വെച്ചാലാണ് ബെസ്റ്റ് റിസൾട്ട്സ് കിട്ടുന്നത്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് സോയ് മിൽക്കാണ്. ഇത് നമ്മുടെ സോക്ക് ചെയ്ത ചിയ സീഡ്സ് കുറച്ച് കുറച്ചൊന്ന് അതിനകത്ത് സോക്കായിട്ട് ആ ഒരു മിൽക്കിൻ്റെ ഒരു ടേസ്റ്റ് അബ്സോർബ് ചെയ്തെടുത്ത ഒരു ചിയ സീഡ്സിൻ്റെ ഒരു സിറപ്പായിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് ഞാൻ അടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചൈന ഗ്രാസ് ഞാൻ മെൽറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഫുള്ളായിട്ട് മെൽറ്റായി കഴിഞ്ഞിട്ടാണ് നമ്മൾ ആപ്പിൾ പ്യൂരി ഇതിലോട്ട് മിക്സ് ചെയ്യുന്നത്. ഇത് കുറച്ച് സമയം എടുക്കും നല്ലപോലെ മെൽറ്റ് ആവാനായിട്ട്. ഹായ് ടീന, എന്തായി ടീനയുടെ ആപ്പിൾ വെഗൻ സ്റ്റൈൽ ആപ്പിൾ പുഡിംഗ് വിത്ത് ചിയ സീഡ്സ്. ഓക്കെ, വെഗൻ ആണല്ലേ? വെഗനാണ്, അഗർ ആണ് യൂസ് ചെയ്യുന്നത്. ചൈന ഗ്രാസ്, പിന്നെ ചൈന ഗ്രാസ്, ആപ്പിൾ പ്യൂരി, ആപ്പിൾ ചോപ്പ് ചെയ്തിട്ട് നമ്മൾ പ്യൂരി ആക്കി എടുത്തു വിത്ത് മിൽക്കാണ്. ഒന്ന് കുക്ക് ചെയ്തിട്ടാണോ ചെയ്തത്? അല്ല, ഫ്രഷ് ആണ്. അപ്പം ഡീകളറേഷൻ വരില്ലല്ലോ വിത്ത് മിൽക്ക് ചെയ്യുന്നോണ്ടാണ്? ഇല്ല, ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പ്. അപ്പം ഒരു പിങ്ക് ഒരു ഷെയ്ഡിലായിരിക്കും സെറ്റിംഗ് വരുന്നത്. ആൻഡ് ഇപ്പൊ വേഗൻ എന്ന് പറയുമ്പോ
അങ്ങനെ ഒന്നും കണ്ടൻസ്ഡ് മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. കൗ പ്രോഡക്ട്സ് ഒന്നും സാധാരണ ഉപയോഗിക്കാറില്ല. കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അപ്പൊ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പ്യുവർ വേഗൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ബാക്കിയുള്ളത് ഇൻഗ്രീഡിയൻസ് എല്ലാം ചിയാ സീഡ്സ് ഉണ്ട്. ചിയാ സീഡ്സ് സോയ മിൽക്കിൽ സോക്ക് ചെയ്തതാണ്. സോയ മിൽക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ. നന്നായിട്ട് വരട്ടെ. എക്സ്പെരിമെന്റിന്റെ ആളാണല്ലോ. അതെ അതെ, പുതിയ കുറെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ലെറ്റ്സ് സീ. ഓൾമോസ്റ്റ് തന്നെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിപ്പം ഒന്നും ലംസ് ഒന്നും കാണുന്നില്ല. അത് ജസ്റ്റ് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ആപ്പിൾ പ്യൂരി മിൽക്കാണ്, പിന്നെ കുറച്ച് വാനില എസൻസ്, ഇത്രയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമ്മളിത് സെറ്റിങ്ങിന് വെക്കും. ജസ്റ്റ് ആപ്പിൾ പ്യൂരി ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ നല്ലപോലെ സ്റ്റിർ ചെയ്യും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെയാണ് ആഡ് ചെയ്യാനുള്ളത്. ഒന്നൊരു കണ്ടൻസ്ഡ് മിൽക്ക്, ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്. നമ്മുടെ പിന്നെ ഒരു ഷുഗർ ലെവലിനനുസരിച്ച് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഷുഗർ കൂടുതലാണെങ്കിൽ ലൈക്ക് ഷുഗർ റിക്വയർമെൻറ്റ് കൂടുതലാണെങ്കിൽ, കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഷുഗർ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ പ്രായമായവർക്ക് ഷുഗർ കുറച്ചാണ് യൂസ് ചെയ്യാമെങ്കിൽ ഇതൊരു ഹെൽത്തി ഫുഡിങ് റെസിപ്പി ആയിരിക്കും. നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാൻ പോകാം. സ്ലോലി ഇത് ആഡ് ചെയ്ത് നമ്മൾ അതേസമയം തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യാം. ഷുഗർ ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു ഡാഷ് ഓഫ് വാനില എസൻസ്, ഒരു ചെറിയൊരു പിഞ്ച് മതി. ബിക്കോസ് നമുക്ക് ആ ജസ്റ്റ് ഒരു എസൻസിൻ്റെ ആ ഒരു ഫ്ലേവർ വരാൻ വേണ്ടി. ഇത് നല്ലപോലെ സ്റ്റിർ ചെയ്യുക. ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് ആദ്യമായിട്ട് ഒരു ചെറിയൊരു ഡിപ്പ് ഓഫ് ഹണി, ഈ ചിയാ സീഡ് മിക്സ്, ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ some dash of honey or lining. ബേസിക്കലി ഞാൻ അതിനൊരു കോട്ടിംഗ് പോലെ വരാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ചിയാ സീഡ് ആപ്പിൾ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ജസ്റ്റ് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പോവാണ്, ജസ്റ്റ് സെറ്റിങ്ങിന് വേണ്ടി. ഓൾറെഡി ഇത് ഇനി ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് തിൻ സ്ലൈസസ് ഓഫ് ആപ്പിൾ യൂസ് ചെയ്യും. ഞാൻ പിന്നെ പതുക്കെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വയ്ക്കും. ടീന ആക്ച്വലി കുക്കിംഗ് ടൈം കൂടുതൽ വേണം എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരെക്കാട്ടിലും നേരത്തെ കഴിഞ്ഞു. അതെ, പെട്ടെന്ന് മെൽറ്റായി. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിയും ഈസി ആയിരുന്നു. ഏതിനാ മെൽറ്റ് ചെയ്യാൻ സമയം എടുക്കുമെന്ന് വിചാരിച്ചത്? ചൈന ഗ്രാസോ? പെട്ടെന്നാവില്ലേ? സോഫ്റ്റ് ആണെങ്കിൽ വളരെ പാടുമില്ലല്ലോ. ഞാൻ 10 മിനിറ്റ്സ് സോക്ക് ചെയ്യാൻ കിട്ടിയുള്ളൂ. അപ്പൊ അതിനാണോ ഇത്രയും സമയം ചോദിച്ചത്? നോ പ്രോബ്ലം, എല്ലാം കറക്റ്റ് ആയിട്ട് വന്നില്ലേ? വന്നിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം ലെയർ ടൈപ്പ് ആയിട്ട് ഒരെണ്ണം ജസ്റ്റ് ഡൗണിൽ വരുന്നതായിട്ട് സെറ്റ് ചെയ്തു. ചെറിയ ഒരു കാര്യം, ടേസ്റ്റിംഗ് ടൈമിൽ ഇതാണ് എന്തായാലും സെറ്റ് ആകാനുള്ള സമയമുണ്ട്. ഇത് പെട്ടെന്ന് സെറ്റ് ആവുന്നതാണ് നേരത്തെ ചെയ്തിട്ടുള്ളപ്പോൾ. ടേസ്റ്റ് നല്ലതാണ് അല്ലേ? ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. വാനില ഞാൻ ജസ്റ്റ് ഹണിയാണ് താഴത്തെ ഒരു ബേസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹണി വിച്ച് ചെയ്യാൻ ഭയങ്കര ഒരു കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു ഡാഷ് ഓഫ് ഹണി, അത്രേ ഉള്ളൂ. പിന്നെ ചിയ, പിന്നെ സോസ്. ഇപ്പൊ ഈ ആപ്പിളിന് എന്താ ചെയ്യാൻ പോണത്? ഇത് ഞാൻ ജസ്റ്റ് അവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സെറ്റ് ആയി കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഓക്കെ.
ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടിറമിസു പുഡിംഗ് ആണ്. ഇതിന് ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് കോഫി ഉണ്ടാക്കുകയാണ്. അതിന് ഞാൻ വെള്ളം ഇപ്പം ചൂടാക്കാനായിട്ട് വെച്ചേക്കുകയാണ്. ഇതിനകത്ത് സ്വല്പം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കാപ്പി ബ്ലാക്ക് കോഫി ആയി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ചീസ്, ക്രീം ചീസ് എടുത്തിട്ടുണ്ട്, ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്, വാനില എസൻസ്, കുറച്ച് പഞ്ചസാര. ഇതാണ് ബേസിക്കലി മിക്സ് ആയിട്ട് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവർ കൂടെ ചേർക്കും. ഇച്ചിരി കൂടെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഞാൻ അതിനകത്ത് കോഫി ആഡ് ചെയ്യും. ക്രീം ചീസിൻ്റെ കൂടെ ഞാൻ ക്രീം ചേർക്കാണ്. ഇത് ബീറ്റ് ചെയ്ത് ക്വിക്കായിട്ട് നമ്മൾ ആ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തു. എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് അതൊന്ന് ചൂടൊന്ന് പോകണം. ചൂട് പോയിട്ടാണ് ഈ ചീസ് മിക്സ്ചറിലോട്ട് ഇത് ചേർക്കാൻ പോകുന്നത്. ഇത് ബീറ്റ് ചെയ്യാൻ കാരണം നമ്മളത് ബീറ്റ് ചെയ്തില്ലെങ്കിൽ അതോടെ എയറേറ്റ് ചെയ്തില്ലെങ്കിൽ അത് ചിലപ്പോൾ അങ്ങ് കുക്കായി. നല്ലവണ്ണം തണുത്തില്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ചേർക്കുമ്പോൾ കേർഡിലായിട്ട്. ഇത് ഓൾമോസ്റ്റ് തണുത്തു. അപ്പോൾ അത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതിനകത്ത് ചേർക്കാനുള്ള ബിസ്ക്കറ്റ് ഞാൻ സ്ലൈസ് ചെയ്യാം. ബേസിക്കലി ഈ ഡെസേർട്ട് ഞാൻ സെർവിങ് ഡിഷിൽ തന്നെ വെച്ചാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി ഈ ബിസ്ക്കറ്റ് സ്ലൈസ് ചെയ്യുമ്പോൾ അത് ഇതിനകത്ത് ഫിറ്റ് ആവുമെന്ന്, അതിൻ്റെ കറക്റ്റ് സൈസ് ആണെന്നും കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെക്കുമ്പോൾ അത് ഇരിക്കത്തില്ല. ഹായ് ഷീലു, എന്താണ് ഷീലുവിൻ്റെ എക്സ്പെരിമെൻറ്റ്? ടിറാമിസു. ഓക്കെ ഓക്കെ. കോഫി ഉണ്ടാക്കി എഗ്ഗ് ബേസിക്കലി ഡബിൾ ബോയിൽ ചെയ്ത് അത് റോ ആയിട്ട് ചേർക്കുന്നത്. പിന്നെ ക്രീം ചീസ് ആൻഡ് ക്രീം ഓക്കെ. and little corn flour to maintain the consistency. ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് ലെയർ ചെയ്യുന്നു. ആൻഡ് ദിസ് ഇസ് റെഡി മെയ്ഡ്. ദിസ് ഇസ് റെഡി മെയ്ഡ്. ഇത് കോഫിയിൽ സോക്ക് ചെയ്തിട്ട് ഓക്കെ ഐ വിൽ ലെയർ. നൈസ്. അതൊരു പെർഫെക്റ്റ് ലെവലിൽ വരട്ടെ. ഓക്കെ. ഈ ക്രീം ചീസ് മിക്സ് ഒന്ന് ബീറ്റ് ചെയ്ത് ബേസിക്കലി ഈ ഡെസേർട്ടിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയായി. അതായത് ഒന്ന് ക്രീം ചീസും ക്രീമും കൂടെ ഉള്ള മിക്സ്, മുട്ട, പഞ്ചസാര എല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു മിക്സ് ഉണ്ടാക്കി അത് റെഡി ആയിട്ടുണ്ട്. ഇനിയും മറ്റേ ബിസ്ക്കറ്റ് സോക്ക് ചെയ്യാനുള്ള കോഫിയും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബിസ്ക്കറ്റ്സ് ഇനിയും സോക്ക് ചെയ്തിട്ട് കോഫിയിൽ മുക്കി ലെയർ ചെയ്യാൻ പോവാണ്. ഒരു ലെയർ ബിസ്ക്കറ്റ് വെച്ചു, അതിൻ്റെ മുകളിൽ നമ്മളുണ്ടാക്കിയ ക്രീം ചീസിൻ്റെ മിക്സ് ഒരു സ്പൂൺ അതിട്ടു. ഇനി വീണ്ടും ഇതേപോലെ നമ്മൾ മേള് വരെ ലെയർ ചെയ്യണം. അല്പം കോഫിയും വേണേൽ അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാം. ഇത് ഒരെണ്ണം ഞാൻ പ്ലേറ്റ് ചെയ്തു. ഡെസേർട്ട് ഇതിനകത്ത് സെർവ് ചെയ്തു. ഇനി അതിന് ചെയ്യാനുള്ളത്, എനിക്ക് അതിന് വെക്കാനുള്ള ടോപ്പർ ഉണ്ടാക്കണം. അതിന് ഞാൻ ബേസിക്കലി ഒരു ചോക്ലേറ്റ് ബേസ് ടോപ്പറാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് മെൽറ്റായി. ഇതിനി ഞാൻ ഈ ബബിൾ റാപ്പിൻ്റെ മുകളിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഈ ഡെസേർട്ട് ഇനി ഫ്രിഡ്ജിലോട്ട് കൂൾ ചെയ്യാനായിട്ട് വെക്കുക.
ഞാൻ കുറച്ച് കോഫി ബീൻസ് എടുത്തിട്ടുണ്ട്. അതുകൂടെ ഈ ചോക്ലേറ്റിനകത്തൊന്ന് കോട്ട് ചെയ്ത് ഡ്രൈ ചെയ്യാൻ വെക്കുക. ഇതിനി ഞാൻ സെറ്റ് ചെയ്യാൻ, പുഡിംഗ് ബേസിക്കലി റെഡിയായി, ടിറമിസു റെഡിയായി. ഇതിനി ഞാൻ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ടോപ്പറായിട്ടുണ്ടാക്കിയ സാധനങ്ങളും അതിൻ്റെ കൂടെ ചോക്ലേറ്റ് ഇത് അതിൻ്റെ കൂടെ സെറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. ബാക്കി പിന്നെ അതിൻ്റെ മുകളിൽ ഫൈനലി സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കൊക്കോ പൊടി ഡസ്റ്റ് ചെയ്യും, അത് മാറ്റി വെക്കുകയാണ് അവസാനത്തേക്ക്. ഓക്കെ ഷീലു, യുവർ വർക്ക് ഈസ് ഓൾമോസ്റ്റ് ഓവർ. ലെയർ ചെയ്തു. ഇതൊരു മിനിയേച്ചർ ആണ് അല്ലേ? ആകെ ഒരു ചെറിയ ഇത്രേ ഉള്ളൂ, വേറെ ഇല്ല. ഓൺലി ദിസ് മച്ച് അല്ല. ഐ തിങ്ക് യു ഷുഡ് മേക്ക് മോർ. ഇത് ഒരു എക്സ്ട്രാ വയ്ക്കാൻ അത് മതി. അല്ലാതെ വേണം, ഒരു ഫുള്ള് വേണം, നല്ലൊരു ക്വാണ്ടിറ്റി. യു ഹാവ് ടു മേക്ക് ദ ഹോൾ ഡിഷ്. ഇത് എല്ലാം അങ്ങനെ തീരെ സിമ്പിൾ ആൻഡ് ജസ്റ്റ് ഫോർ പ്ലേറ്റിംഗ് മാത്രമായ ബോറല്ലേ? നമുക്കൊരു ടോട്ടാലിറ്റിയിലൊന്ന് കാണുമെങ്കിലും വേണമല്ലോ. ഡു ദാറ്റ്. ഉണ്ടല്ലോ, സാധനം ഉണ്ടല്ലോ. സമയമുണ്ട്, പെട്ടെന്ന് ചെയ്താൽ മതി. ഓക്കെ. ആൻഡ് ദിസ് ഇസ് ബബിൾ റാപ്പിൻ്റെ അകത്ത് ചോക്ലേറ്റ്, മെൽറ്റഡ് ചോക്ലേറ്റ്, സോ ദാറ്റ് യു ഗെറ്റ് ദാറ്റ് ഡിസൈൻ. ഓക്കെ, ദാറ്റ്സ് ഓൾ ഗുഡ്. ബട്ട് ഇത് പോരാ. ഓക്കെ, ഇത് മാർക്ക് ലൂസ് ചെയ്യുക അല്ലെങ്കിൽ. ഓക്കെ, ടിറമിസു പുഡിംഗ് രണ്ടും റെഡിയായി. ഇതിനി ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക. സെറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ടാണ് ബാക്കി അതിൻ്റെ ടോപ്പറും എല്ലാം വെക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മളുടെ ഷീലു ആൻഡ് ടീന അവർ രണ്ടുപേരും നല്ല രീതിയിൽ 2 തരം പുഡിങ്സ് തയ്യാറാക്കി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എല്ലാം നിങ്ങൾ നന്നായിട്ട് കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ടേസ്റ്റിംഗ്. അപ്പോൾ ആദ്യം നമുക്ക് ടീനയെ വിളിക്കാം. ടീന പ്ലീസ് വരും. ടീനയുടെ പുഡിങ്ങിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, എങ്കിലും ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. ആപ്പിൾ ചിയ സീഡ് പുഡിംഗ് ആണ്. ആപ്പിൾ ചിയ സീഡ് പുഡിംഗ്. അതെ, ആപ്പിൾ ആണ് പ്യൂരി ചെയ്തിട്ട്, ഫ്രഷ് ആപ്പിൾ പ്യൂരി ചെയ്തിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ചേർന്നിരിക്കുന്നത് സോയാ മിൽക്ക് ഉണ്ട്. സോയാ മിൽക്ക് ചിയ സീഡ്സ് സോക്ക് ചെയ്യാൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. മറ്റത് ഫ്രഷ് മിൽക്കിനാണ് ആപ്പിൾ പ്യൂരി ചെയ്തേക്കുന്നത്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് സ്വീറ്റ് ആണ്, സ്വീറ്റിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. മധുരം പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഹണിയാണ് ഞാൻ താഴെ ഒരു ലെയർ പോലെ ചെയ്തേക്കുന്നത്. അതിന്റെ ടേസ്റ്റ് അത്ര വരൂല, ജസ്റ്റ് ഒരു ചിയയുടെ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇത് ഹണി ലെയറിനെ ഒന്നുകൂടി ഒന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പം ചിയ അതിനകത്തോട്ട് കയറി സെറ്റ് ചെയ്യും. കാര്യം അതെപ്പോഴും ഒരു കൂടുള്ള കോമ്പിനേഷൻ ആയതുകൊണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇത് ബിറ്റ്വീൻ ലെയർ ചെയ്തിട്ടും, ഇതാണെങ്കിൽ ജസ്റ്റ് താഴെ മാത്രം ചെയ്യുമായിട്ടാണ്. ഏത് വേണമെങ്കിലും ടേസ്റ്റ് ചെയ്യാം. ഇത് ടേസ്റ്റ് ചെയ്ത് ഇത് മതിയോ? ഓക്കെ. അപ്പൊ എനിക്ക് പക്ഷെ അതൊരു ചിയ കിട്ടത്തില്ല. അപ്പൊ അതിലായിരിക്കും ടേസ്റ്റ്. ഇതിലാണോ കൂടുതൽ ലെയർ ചെയ്തിരിക്കുന്നത്? ഇതിൽ ചിയ 2 ലെയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മെയിൻ പുഡിങ്ങില് താഴെ മാത്രമാണ്. അത്രേ ഉള്ളൂ. ഞാനത് ചിയയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് അതങ്ങനെ ചെയ്തത്, സെറ്റ് ചെയ്തത്. തിക്കനിങ് ഏജന്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അഗർ അഗർ. ഓക്കെ, അഗറിന്റെ ടെക്സ്ചർ ഇത് തന്നെയാണല്ലോ. ഒരു ഇതാണ്, ഒരു ക്രീമി ആ ലെവലല്ല. കട്ട് ചെയ്യാൻ പറ്റുന്ന പ്യൂരി ചെയ്ത് നമ്മൾ ബോയിൽ ചെയ്തിട്ടൊന്നുമില്ല ആപ്പിള്. ബോയിൽഡ് അല്ല, അതിന്റെ ഒരു റോ ടേസ്റ്റ് ആണ് ശരിക്കും അത് ആ പുഡിങ്ങിലുണ്ട്. അതെ അതെ, സംതിങ് ഡിഫറെന്റ്. ചോക്ലേറ്റ് ഒരു ജസ്റ്റ് ഒരു ഗാർണിഷ് മാത്രം ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഗുഡ്, താങ്ക് യു. ഓക്കെ, അങ്ങനെ ടീന തയ്യാറാക്കിയ ആപ്പിൾ പേസ്റ്റ് പുഡിംഗ് നമ്മൾ കഴിച്ചു കഴിഞ്ഞു. ആപ്പിൾ ആൻഡ് ചിയ സീഡ്സ്. ഇനി അടുത്തത് എന്താണ്? ടിറാമിസു. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ഒരു ഡിസേർട്ടാണ്. എന്തായാലും ഷീലു അത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ ഒരു ടേസ്റ്റ് കാര്യങ്ങൾ. ഷീലു പ്ലീസ്.
വെയിറ്റിംഗ് ആയിട്ട് നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഈസി. എപ്പോഴും എളുപ്പമാണ്, വളരെ സിമ്പിൾ, റിസ്ക് ഇല്ലാത്തൊരു പണിയാണ് അല്ലേ? വലുതിലാണെങ്കിലും ചെറുതിലാണെങ്കിലും. ഓൺലി തിങ് ഈസ് യു ഹാവ് ടു ലെയർ ഇറ്റ് അല്ലേ? ഓരോ ലെയർ കൊടുക്കുന്നു, സ്പഞ്ച് അല്ലെങ്കിൽ ചീസ്, ക്രീം ആൻഡ് എഗ്, കോഫി സോക്കിംഗ് ഇതെല്ലാം വരണം. പക്ഷേ എനിക്കറിയേണ്ടത് നോർമലി നമ്മളൊരു വലിയൊരു ഡിഷിൽ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് പോർഷനായിട്ട് കട്ട് ചെയ്ത് സെർവ് ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയുണ്ടാവും? അതാണ് അതിൻ്റെ ഒരു ട്രിക്ക്. മനസ്സിലായില്ല? അപ്പം തിറാമിസു ഒക്കെ ചെയ്യുമ്പോൾ ചെറിയ ഒരു ഷോർട്ട് ഗ്ലാസ് പോലെ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് എളുപ്പമാണ്. ഏതൊരു ഡെസേർട്ടും ചെയ്യാൻ എളുപ്പമാണ്. ലെയറിങ് ഇസ് സോ ഈസി, ജസ്റ്റ് ഫില്ല് ചെയ്ത്. പക്ഷെ അതിനെ ഒന്ന് വലിയൊരു ഡിഷിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് പീസാക്കി ഒരു പോർഷൻ എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ ചെയ്ത് തരാൻ പറ്റിയാൽ ആ ലെയർ ഇങ്ങനെ കറക്റ്റ് നമ്മളിങ്ങനെ അത് ഒട്ടും തന്നെ മോശമാകാണ്ട് അല്ലാതെ ഡിസ്റ്റർബ്ഡ് ആകാതെ ചെയ്യാൻ പറ്റില്ല. അതാണ് അവിടെയാണ് സ്കില്ല്. ഇതിലെനിക്ക് സ്കിൽ അറിയാൻ പറ്റുന്നില്ല ഷീലുവിന്റെ. ഓക്കെ, ഞാനത് സിംഗിൾ സെർവിങ് എന്നുള്ള ഇതില് സിംഗിൾ സെർവിങ് അല്ല. അപ്പൊ ഇതിപ്പോ മോസ്റ്റ് ഈസി വേ ഓഫ് പ്രസന്റേഷൻ. എളുപ്പമാണ് കാര്യങ്ങൾ. അതാണ് പറഞ്ഞത്, യു മേക്ക് എ ബിഗർ ദിസ് തിങ്. അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾക്ക് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ എങ്ങനെ വ്യത്യസ്തരാകുന്നു ആൻഡ് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കുറച്ച് കോഫി സോക്ട് കൂടുതലാണ്. ഒരു സോക്കി ലെവലിലേക്ക് ഇതിൽ കോഫി ഇങ്ങനെ പൊങ്ങി വരുന്നു വെള്ളയിലേക്ക്. ഓക്കെ, സീ ദ വാട്ടർ കണ്ടന്റ്. അങ്ങനെ വരാമോ? പാടില്ല. ഇത്ര നമുക്കിങ്ങനെ ഗ്ലാസ്സിൽ വെള്ളം പോലെ ഇങ്ങനെ കോഫി എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പാടില്ല. ഒരു സോക്കിംഗ് ആവാം, ബട്ട് ഈ ഒരു ലെവലിലേക്ക് കയറാൻ പാടില്ല. ചെറിയൊരു സോക്കിംഗ്, ആ ഒരു കോഫി ഫ്ലേവർ കിട്ടണം. പക്ഷെ നമ്മൾ അതങ്ങോട്ട് ഭയങ്കരമായിട്ട് ഇതായി ആ വെള്ളപ്പൊക്കം പോലെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് സ്പോയിലാകും. ബട്ട് ഗുഡ് അറ്റംപ്റ്റ്. ഒരു നല്ല ഡിസേർട്ടാണ് തിറാമിസു. അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. ബട്ട് യു ഹാവ് ഡൺ ഇറ്റ്. നൈസ്, താങ്ക് യു. അപ്പൊ ഇന്നത്തെ പുഡിംഗ് വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ അല്ലെ? അപ്പൊ സ്വാദിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടായി എന്ന് വിചാരിക്കുന്നു. എന്നാലും തിറാമിസു എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു പേസ്ട്രി ഐറ്റം തന്നെയാണത്. അതുകൊണ്ട് തന്നെ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പക്ഷെ അറിയാൻ പാടില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് ചെയ്യുക. ഇപ്പൊ ചെറിയ ചെറിയ മിസ്റ്റേക്സ് എന്തൊക്കെ ഉണ്ടായോ അതെല്ലാം മാറ്റിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ പരീക്ഷണങ്ങൾ എപ്പോഴും നല്ലതാണ്. ആ കൂട്ടത്തിൽ തന്നെയാണ് വേണമെങ്കിൽ ടീനയുടെ പുതിയ പുഡിങ്ങിനെ കുറിച്ച് പറയാം. ഫ്രഷ് ആപ്പിൾ വെച്ചിട്ട് ചിയാ സീഡ്സും വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അതും വളരെ നല്ല പുഡിങ്ങാണ്. അപ്പോൾ എല്ലാ പുഡിങ്സും നല്ലത് തന്നെയാണ്, ഒന്നും മോശമല്ല. അപ്പം മാർക്കെടുത്ത കാര്യം വരുമ്പോൾ മാത്രം നമ്മൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. എന്തായാലും നിങ്ങളും ഒരു വിലയിരുത്തൽ നടത്തണം. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്കും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാം. എന്നിട്ട് ഫൈനലായിട്ട് നമ്മളുടെ എല്ലാം ജഡ്ജ്മെന്റ് അങ്ങനെ തന്നെ ആണോ എന്ന് നോക്കുക. എന്തായാലും നമ്മളുടെ മത്സരം അവസാനിക്കുന്നില്ല. അപ്പൊ പുഡിംഗ് റൗണ്ടുമായി വീണ്ടും വരും. അതുവരെ കാത്തിരിക്കുക.